ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നമുക്കായിരിക്കാൻ ദൈവം തരുന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മള് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുന്നു. 4-ാം അധ്യായം 21 വരെയുള്ള വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ് വരെ നാം പഠിച്ചത്. 4-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നതാണ് വിശദീകരിച്ചിരിക്കുന്നത്. മക്കളും അവകാശികളും എന്ന വിഷയത്തെ ആധാരമാക്കിയാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ സംസാരിക്കുന്നത്. അവിടെ പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ ആദ്യപാഠങ്ങളിലും ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിലുമായിരുന്നു. അങ്ങനെയുള്ളവരെ ദൈവം കാലസമ്പൂർണതയിൽ കാലത്തിന്റെ തികവിങ്കൽ തന്റെ പുത്രനെ അയച്ച് ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നവരെയൊക്കെയും വിലയ്ക്ക് വാങ്ങി മക്കളാക്കി തീർത്തു. മക്കൾ ആയി, വാഗ്ദത്താൽ അവകാശികളായി, ആ വാഗ്ദത്തത്തിന്റെ അവകാശത്തെ ഉറപ്പിക്കുന്നതിനായി പരിശുദ്ധാത്മാവിനെ ഹൃദയങ്ങളിൽ തന്നു. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. അതുകൊണ്ട് നാം ഇനി ദാസന്മാരല്ല മക്കൾ ആകുന്നു എന്ന് പറയുന്നു. അപ്പൊ അവിടെ അത് കഴിഞ്ഞ് നാം കാണുന്ന ഗലാത്യരുടെ പൂർവകാല അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അവരും ഒരു കാലത്ത് ദൈവത്തെ അറിയാതിരുന്ന അവസ്ഥയിലായിരുന്നു. പൗലോസ് അവരോട് പറയുന്നു, നിങ്ങൾ മുമ്പേ ദൈവത്തെ അറിയാതിരുന്നു, ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷ ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവര് ദൈവത്തെ അറിഞ്ഞവരാണ്, കേട്ട സുവിശേഷം അനുസരിച്ചവരാണ്. അതിന്റെ അടയാളമായിട്ട് നമ്മൾ പൗലോസ് അപ്പോസ്തലൻ എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, പൗലോസ് അപ്പോസ്തലന് ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ. അന്ന് ഗലാത്യയിലായിരുന്ന സമയത്ത് അവിടെ യാത്ര ചെയ്തതിന്റെ ബുദ്ധിമുട്ടായിരിക്കാം, ശരീരത്തിലുള്ള വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, നമ്മൾ പല കാരണങ്ങൾ അവിടെ പറഞ്ഞു, ഏതെങ്കിലും ആയിരിക്കാം. അറപ്പ് തോന്നുന്ന രീതിയിലുള്ള അവസ്ഥകളൊക്കെ പൗലോസ് അപ്പോസ്തലന് നേരിട്ടപ്പോഴും പൗലോസ് അപ്പോസ്തലനോട് അവര് യേശു ക്രിസ്തുവിനെ പോലെ അല്ലെങ്കിൽ ഒരു ദൂതനോട് എങ്ങനെ ശുശ്രൂഷിക്കുന്നു അതുപോലെയാണ് പൗലോസിനെ ശുശ്രൂഷിച്ചത് എന്ന് നമ്മൾ അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പൊ അവരോട് പറയാം, നിങ്ങളുടെ ആ ഭാഗ്യപ്രശംസ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവര് കേട്ട സുവിശേഷം, ക്രിസ്തുവിന്റെ മാതൃകയായ സുവിശേഷം, അവരത് കേട്ടു, അവരനുസരിച്ചു. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ചതുപോലെ അവരിൽ അത് വ്യാപരിച്ചു, അതവര് പ്രവൃത്തിയിൽ കാണിച്ചു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പൗലോസ് പറയുകയാണ്, അങ്ങനെ ഒരു നല്ല കാലം നിങ്ങൾക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ആദ്യകാലം നിങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സത്യം പറയാൽ നിങ്ങളെ ശത്രുവാക്കി എന്ന് പറഞ്ഞല്ലേ. ഇപ്പോൾ അവര് പൗലോസിനോട് ശത്രുത്വം വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അവരോട് ചോദിക്കും, നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? അന്നത്തെ നിങ്ങളുടെ ആ പ്രശംസ എവിടെ? അത് എങ്ങനെ പോയി എന്ന് ചോദിക്കുകയാണ്. അപ്പം പൗലോസ് പറയുകയാണ്, അത് കഴിഞ്ഞ് ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്ന എന്റെ കുഞ്ഞുങ്ങളെ എന്ന് പറയും, നിങ്ങളെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു എന്ന് പറയുന്നത്. ക്രിസ്തു ഒരിക്കൽ നിങ്ങൾ ഉരുവായതാണ്, നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ വീണ്ടും ആ പഴയ പാഠങ്ങളിലേക്ക് പഴയ പാഠങ്ങളല്ല, ന്യായപ്രമാണത്തിന്റെ ആദ്യപാഠങ്ങളിലേക്ക് തിരിഞ്ഞവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്ന എന്തേന്ന് ചോദിക്കുക. അപ്പൊ ക്രിസ്തുവിൻ ഇനിയും നിങ്ങൾ ഉരുവാകുവാൻ വേണ്ടി ഞാൻ ഇനി വേദനപ്പെടുകയാണ് പൗലോസ് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് ശബ്ദം മാറ്റുവാൻ ആയിരുന്നു എങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ് ചെയ്യുന്നത്. 21-ാമത്തെ വാക്യം മുതല് പൗലോസ് അതിന് കൃപയും ന്യായപ്രമാണം, അവരിപ്പോ എന്തോ ചെയ്തിരിക്കുന്നത്, അവര് കൃപയിലേക്ക് വന്നവരല്ലേ. കൃപയിലേക്ക് വന്നവർ വീണ്ടും ന്യായപ്രമാണത്തിന്റെ ആദ്യപാഠങ്ങളിലേക്ക്, ന്യായപ്രമാണം കൂടെ കൂട്ടിക്കുഴയ്ക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കണം. അവിടെ അവരുടെ പ്രശ്നമായിരുന്നില്ല. അവിടെ കടന്നു വന്ന യഹൂദ മതാനുസാരികൾ അല്ലെ, ജുഡൈസേഴ്സ്, അവരെ ന്യായപ്രമാണത്തിന്റെ കുറെ കാര്യങ്ങളും കൂടെ അനുസരിച്ചാൽ മാത്രമേ രക്ഷ പൂർണ്ണമാകുകയുള്ളൂ എന്നവരെ പഠിപ്പിക്കുകയും അങ്ങനെ അവരിൽ ചിലർ അതിലേക്ക് ചായുകയും ചെയ്ത ഒരു അവസ്ഥ ഉണ്ടായി. പൗലോസ് അവരോട് പറയുകയാണ്, കൃപയും ന്യായപ്രമാണവും കൂടെ കൂടിക്കുഴയ്ക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയൊരു അപകടമുണ്ട്. ആ അപകടത്തെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് 21-ാമത്തെ വാക്യം മുതൽ പൗലോസ് അബ്രഹാമിന്റെ ചരിത്രത്തെ അലോഗറിക്കലായി ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അലോഗറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥമായ ഒരു സംഭവത്തെ ഉദാഹരണമായി കാണിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ സത്യം മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അബ്രഹാമിന്റെ ഉദാഹരണത്തിലൂടെ അവരോട് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അവിടെ പറയുന്ന 5 കോൺട്രാസ്റ്റ് നാം കാണുന്നുണ്ട്.
ആദ്യമായിട്ട് 2 സ്ത്രീകളെ കാണിക്കുന്നുണ്ട്. ഒന്ന് സാറ, രണ്ടാമത് ഹാഗാർ. ഹാഗാർ എന്ന് പറയുന്ന സ്ലേവറിയെ കുറിക്കുന്നു. അതുപോലെ സാറ എന്നത് ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യത്തെ കുറിക്കുന്നു. 2 ചിൽഡ്രൻസ്, 2 പുത്രന്മാർ. ഐസക് എന്നത് വാഗ്ദത്ത സന്തതിയും ഇസ്മായേൽ എന്നത് ജഡപ്രകാരം ജനിച്ച സന്തതിയുമാണ്. മൂന്നാമത്തത് 2 ലൊക്കേഷൻസ്. ഒന്ന് ഹെവൻ, അത് ന്യൂ ജെറുസലേം, പുതിയ യെരുശലേം. രണ്ടാമത്തത് ഈ ഇപ്പോഴത്തെ യെരുശലേം അല്ലെങ്കിൽ ഇപ്പോഴത്തെ എർത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ യെരുശലേം. ഇനി നമ്മൾ നാലാമത്തതായിട്ട് കാണുന്നത് മോർ ഓഫ്സ്പ്രിങ്സ്, മെനി മോർ ഓഫ്സ്പ്രിങ്സ്, സന്തതികൾ, അധികം സന്തതികൾ നമ്മളെ കാണുന്നുണ്ട്. അഞ്ചാമത്തേതായിട്ട് കാണുന്നത് ജഡപ്രകാരമുള്ള സന്തതി വാഗ്ദത്ത പ്രകാരമുള്ള സന്തതിയാൽ ഉപദ്രവിക്കപ്പെടുന്നു. ആ ജഡപ്രകാരമുള്ള സന്തതി ഉപദ്രവിക്കുന്നു, വാഗ്ദത്ത പ്രകാരമുള്ള സന്തതി ഉപദ്രവം അനുഭവിക്കുന്നു. അങ്ങനെ 5 കാര്യങ്ങളിലൂടെ ന്യായപ്രമാണവും കൃപയും തമ്മിൽ കൂട്ടിക്കുഴച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു കേട്ടിരിക്കണം. നമുക്ക് വാക്യത്തിലേക്ക് പോകാം. 21ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അവിടെ പറയുന്നു, ന്യായപ്രമാണത്തിന് കീഴിലിരിക്കാൻ ആഗ്രഹിക്കുന്നവരെ, അവർ ന്യായപ്രമാണത്തിന് കീഴിലിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവരോട് പറയുക അത് ശരിയല്ല. കാരണം നിങ്ങൾ ഒരു കാലത്ത് ആദ്യപാഠങ്ങളിൽ നിന്നൊക്കെ വന്ന് ആ ഫ്രീഡം അനുഭവിച്ചവരാണ്. വീണ്ടും നിങ്ങൾ അടിമത്തത്തിലേക്ക് പോകുന്നു. അത് നിങ്ങൾക്ക് നാശത്തിലേക്കാണ് ഭവിക്കാൻ പോകുന്നത് എന്ന് അവരോട് പറയുകയാണ് ചെയ്യുന്നത്. 22, 23 വാക്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിൽ തന്നെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വലിയ 2 സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. 22ഉം 23ഉം. അബ്രഹാമിന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒന്ന് ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 23. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. ഇത് സാദൃശ്യമാകുന്നു. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, ദാസി പ്രസവിച്ചവൻ ഇസ്മായേൽ, സ്വതന്ത്ര പ്രസവിച്ചവൻ ഐസക്. അപ്പം ദാസിയുടെ മകൻ ഇസ്മായേൽ ജഡപ്രകാരം ജനിച്ച, സ്വതന്ത്രയുടെ മകൻ വാഗ്ദത്താൽ ജനിച്ചു. ഇത് ഒരു സദൃശ്യമാകുന്നു. നമുക്ക് വാക്യത്തിലേക്ക് പോകാം. ഈ ഭാഗം നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 10. എടുക്കണ്ട, ഞാൻ എടുക്കുന്നില്ല, കാര്യങ്ങൾ പറഞ്ഞേ പോകുന്നുള്ളൂ. ശ്രദ്ധിച്ചു കേട്ടിരുന്നാൽ മതി. ഉൽപ്പത്തി പുസ്തകം 16-ന്റെ 1 മുതൽ 16 വരെയും ഉൽപ്പത്തി പുസ്തകം 21-ന്റെ 1 മുതൽ 7 വരെയുമുള്ള വാക്യങ്ങളാണ്. അത് ക്ലാസ് കഴിഞ്ഞ് ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾ വായിച്ചാൽ മതി. ഞാനൊന്ന് പറഞ്ഞു പോകാം. നമുക്കറിയാം, അബ്രഹാമിനെ ദൈവം വിളിച്ചു. കൽദയരുടെ ഊരിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചു. അപ്പം അവിടെ കൽദയരുടെ ഊരിൽ എങ്ങനെയായിരുന്നു അബ്രഹാം? വിഗ്രഹങ്ങളെ സേവിച്ചു കൊണ്ടിരുന്ന അബ്രഹാം, അല്ലെ? വിഗ്രഹങ്ങളെ വിറ്റുകൊണ്ടിരുന്ന അബ്രഹാമിന്റെ അപ്പന് വിഗ്രഹങ്ങളെ വിൽക്കുന്ന ബിസിനസ് ആയിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം. അങ്ങനെ അവിടെ നിന്ന് തേജോമയനായ ഒരു ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാമിനെ വിളിക്കുന്നത് 75-ാമത്തെ വയസ്സിലാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. അബ്രഹാമിനെ വിളിക്കുമ്പോൾ ദൈവം അബ്രഹാമിന് ഒരു വാഗ്ദത്തം കൊടുക്കുന്നു. എന്താ വാഗ്ദത്തം കൊടുക്കുന്നത്? നിനക്കൊരു സന്തതി ഉണ്ടാകും. ആ 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനോട് പറയുന്നു, നിനക്ക് ഒരു വാഗ്ദത്ത സന്തതി ഉണ്ടാകും. അപ്പൊ അപ്പൊ നമുക്ക് അവിടെ കാണാം, അബ്രഹാം അതിനു വേണ്ടി കാത്തിരുന്നു. അബ്രഹാമും സാറയും അടുത്ത 10 വർഷം, നമ്മൾ കാര്യത്തിലേക്ക് വരികയാണ്, 10 വർഷം കാത്തിരുന്നു. എന്നിട്ടും സന്തതി ഒന്നും ഉണ്ടായില്ല. ഒരു സാഹചര്യവും കാണുന്നില്ല. അത് തന്നെയല്ല, അവർക്ക് പ്രായം കഴിഞ്ഞു. സ്വാഭാവികമായും അത് സാറയിലും മടുപ്പുളവാകി, അല്ലെ? കാരണം അബ്രഹാമിന് 85 വയസ്സ്, സാറയ്ക്ക് 75 വയസ്സ്. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് സാറയ്ക്ക് ശരിക്കും മടുപ്പ് ഉളവായി. ഇനി ഒരു ചാൻസും ഇല്ല പുത്രൻ അല്ലെങ്കിൽ ഒരു ശിശു ജനിക്കുവാനായിട്ട് ഒരു സാഹചര്യം ഇല്ലെന്ന് മനസ്സിലായപ്പം സാറ എന്തോ ചെയ്തു? സാറ ഒരു പ്ലാൻ ഉണ്ടാക്കി, അല്ലേ? എന്ന് നമുക്കറിയാമല്ലോ. ആ പ്ലാന്
തന്റെ മിസ്രൈമ്യ ദാസിയായ ഹാഗാറിനെ അബ്രഹാമിന് ഭാര്യയായി കൊടുക്കുന്നു. അത് അന്നത്തെ കാലത്ത് നോർമലായിട്ട് നടക്കുന്ന സംഭവമാണ്. അവിടെ ബഹുഭാര്യാത്വം നിലനിരുന്ന ഒരു സ്ഥലത്താണ് അബ്രഹാം ജീവിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് അബ്രഹാമിനെ കുറ്റം പറയാനോ സാറയെ കുറ്റം പറയാനോ കാര്യമില്ല. കാരണം അത് അങ്ങനെ നടന്നിരുന്ന സംഭവമായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് വേറെ ഒന്നും ഒരു എന്താ പറയുന്ന പ്രത്യേകത ഒന്നും കാണുന്നില്ല. കാരണം അത് നോർമൽ ആയൊരു സംഭവമാണ്. പക്ഷേ എന്താ പ്രശ്നം? അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു, സാറയും അതിന്റെ പങ്കായിരുന്നു അല്ലേ? ആ വാഗ്ദത്ത സന്തതിയെ ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിപ്പാനുള്ള അവര് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആശയ്ക്ക് വിരോധമായി ആശയോടെ തന്നെ. കാരണം ഒരാശയ്ക്കും വകയില്ല അല്ലേ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാറ ശരിക്കും മടുത്തു. കാരണം സാറയ്ക്കറിയാം തന്റെ ശരീരം എല്ലാം നിർജീവമായി പോയതെന്ന്. സാറയുടെ സപ്പോസം പറഞ്ഞു സാറയുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വം ഗ്രഹിച്ചിട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു രക്ഷയുമില്ല, ഒരു ചാൻസും ഇല്ല. അപ്പൊ അങ്ങനെ ഹാഗാർ എന്ന മിസ്രൈയ പെൺകുട്ടിയെ അബ്രഹാമിന് ഭാര്യയായി കൊടുക്കുന്നു. അബ്രഹാമിന് ഹാഗാറിലൂടെ ഇസ്മായേൽ എന്ന കുട്ടി ജനിക്കുന്നു. അപ്പൊ അപ്പോൾ അബ്രഹാമിന് എത്ര വയസ്സാണ്? 85 വയസ്സ്. ഓക്കെ. അപ്പൊ അങ്ങനെ അത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായത്തിലാണ്. അത് കഴിഞ്ഞ് 16-നും 17-നും ഉൽപ്പത്തി പുസ്തകം 16-നും ഉൽപ്പത്തി പുസ്തകം 17-നും ആ 2 ചാപ്റ്ററുകൾക്കിടയ്ക്ക് നീണ്ട 13 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ നോക്കിയാൽ മതി, അത് അത്രയും വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ആ സാറ ചെയ്ത പ്ലാന് കൊണ്ട് അബ്രഹാമിന് സന്ദേഹമുണ്ട്, അത് ശരിയാ. പക്ഷെ ആ 13 വർഷം നാം നോക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചതായി നാം കാണുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ 13 വർഷം അബ്രഹാമിനോട് ദൈവം സംസാരിച്ചതായി കാണുന്നില്ല. അതിനുശേഷം 17-ാമത്തെ അധ്യായത്തില് അപ്പൊ അബ്രഹാമിന് 99 വയസ്സ്. 75 വയസ്സിലാണ് വാഗ്ദത്തം കൊടുത്തത്. ഇപ്പൊ 20 വർഷം കഴിഞ്ഞു അബ്രഹാമിന് 99 വയസ്സ്. അപ്പൊ അബ്രഹാമിന് ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ അബ്രഹാമിന് പ്രത്യക്ഷനായി, ദൈവം വീണ്ടും പ്രത്യക്ഷനായി അബ്രഹാമിനോട് പറയുന്നു, നിനക്കൊരു സന്തതി ഉണ്ടാകും, സാറയിൽ നിന്ന് തന്നെ നിനക്കൊരു സന്തതി ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും സാറ എന്തോ ചെയ്തത്? സാറയ്ക്ക് അപ്പുറം വിശ്വാസമായില്ല. സാറ എന്ത് പറഞ്ഞു? ചിരിച്ചല്ലേ? ദൂതന്മാർ എന്ന് പറഞ്ഞപ്പം സാറ ചിരിച്ചു. അപ്പം സാറ ചിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെയും സാറയ്ക്ക് സംശയം. അപ്പോഴേക്കും അബ്രഹാം ഇസ്മായേൽ തൃപ്തനായി. കാരണം ഇസ്മായേൽ ഉണ്ട്. ആദ്യം ദൈവം പറഞ്ഞു ഈ ഒരു ദാസൻ ഉണ്ടല്ലോ, ആ ദാസൻ എനിക്ക് അവിടെ ഇരുന്നാൽ മതി, മക്കളുടെ ആവശ്യമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തപ്പോഴേ. പക്ഷെ ഇപ്പൊ ഇസ്മായേൽ സംതൃപ്തനായി, ഇനി ഇസ്ഹാക്ക് ജനിച്ചില്ലേലും കുഴപ്പമില്ലെന്നൊക്കെ ആയി. പക്ഷെ എങ്കിലും അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. അപ്പൊ 17-18 നാം കാണുന്നത്, ഇസ്മായേൽ എന്റെ മുമ്പിൽ ജീവിച്ചിട്ടാ മതി എന്ന് പറഞ്ഞു. എങ്കിലും ദൈവത്തിന്റെ ഭാഗത്തിൽ വിശ്വസിച്ചു. പൗലോസ് അതിനെപ്പറ്റി പറയുന്നത്, നമുക്ക് ഇതെല്ലാം കൂടെ റോമാലേഖനത്തിലെ ചില വാക്യങ്ങൾ വായിച്ച് മുമ്പോട്ട് പോകാം. റോമാലേഖനം 4-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ന്യായപ്രമാണം മുഴുവനും അറിയായിരുന്ന പൗലോസ് പറയുന്ന ചില കാര്യങ്ങൾ ഭയങ്കര അർത്ഥവത്ത, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പറഞ്ഞേക്കുക. ഓക്കെ, നമുക്ക് വായിക്കാം. റോമർ 4:18. നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്കു വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആശയ്ക്കും വകയില്ല, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിനു മഹത്വം കൊടുത്തു. അപ്പം 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ഇസഹാക്ക് ജനിക്കുന്നു. അപ്പൊ അതാണ് നമ്മൾ ആ 2 വാക്യത്തിൽ കണ്ടത്. അതിന്റെ ഇടയ്ക്ക് സംഭവിച്ചാൽ മുഴുവൻ അതിന്റെ എന്താ പറയുന്ന സംഭവമാണ് ഇത്രയും സമയത്ത് വിവരിച്ചത്, ആ 2 വാക്യം. ഇവിടെ പൗലോസ് പറയുകയാണ്, ദാസിയുടെ സന്തതിയായ ഇശ്മായേൽ ജഡപ്രകാരമുള്ള സന്തതി, സാറയുടെ മകനായ ഇസ്ഹാക്ക് വാഗ്ദത്ത പ്രകാരമുള്ള സന്തതി. അപ്പം ദാസിയുടെ സന്തതിയായ ഇശ്മായേൽ ജഡപ്രകാരമുള്ള സന്തതിയും വാഗ്ദത്ത പ്രകാരം ജനിച്ച സാറയുടെ മകനായ ഇസഹാക്ക് വാഗ്ദത്ത പ്രകാരമുള്ള സന്തതിയും.
ആഗാർ എന്നത് അടിമത്വത്തെ കുറിക്കുന്നു. സാറ ഒരു ഫ്രീ വുമൺ, സ്വാതന്ത്ര്യത്തെ കുറിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് 24ഉം 25ഉം വാക്യങ്ങൾ, ഞാൻ 23, 22, 23 ഒന്നുകൂടെ വായിക്കാം. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകൻ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. ഇത് സാദൃശ്യമാകുന്നു, ഇതൊരു ഉദാഹരണമാകുന്നു. ഇനി പൗലോസ് അതിന്റെ ആ ഒരു വലിയ ഒരു ആഴമായ അർത്ഥം വെളിപ്പെടുത്തുവാനായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് വായിക്കാം. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ ആകുന്നു. ഏത് സ്ത്രീകൾ? ഹാഗാറും സാറായും. ഒന്ന് സീനായ് മലയിൽ നിന്ന് ഉണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിയർ മുഴുവൻ ഹാഗാറിന്റെ സന്തതികളാണ്, അടിമകളാണ് എന്നർത്ഥം. ഹാഗാർ എന്നത് അറബി ദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തൻ്റെ മക്കളോട് കൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. വലിയൊരു ആത്മീക സത്യത്തെ പൗലോസ് ഇവിടെ വ്യക്തമാക്കിയാണ് ചെയ്യുന്നത്. ഇസ്മായേലിന്റെയും ഇസഹാക്കിന്റെ യഥാർത്ഥ ചരിത്രം അത് 2 നിയമങ്ങളാണ് എന്ന് പൗലോസ് പറയാണ്. ഒന്ന് ന്യായപ്രമാണത്തിലൂടെ ജനിച്ച സന്തതികൾ, രണ്ടാമത് അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി എന്ന് പറഞ്ഞ ക്രിസ്തുവിലൂടെ ജനിക്കുന്ന സന്തതികൾ. അപ്പം പൗലോസ് ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതുകയാണ്. ഇവിടെ 2 സ്ത്രീകൾ 2 ഉടമ്പടിയാണ് കുറിക്കുന്നത്. ഒന്ന് പുതിയ നിയമ ഉടമ്പടി, 2 പഴയ നിയമ ഉടമ്പടി. ആ ഹാഗാർ എന്നത് പഴയ നിയമ ഉടമ്പടിയായ ന്യായപ്രമാണത്തിന്റെ ഉടമ്പടിയെയും സാറ എന്നത് പുതിയ നിയമത്തിന്റെ ഉടമ്പടിയെയും പ്രതിനിധാനം ചെയ്യുന്നു. ലോ ആൻഡ് ഗ്രേസ്, കൃപയും പ്രമാണവും. അപ്പൊ ഹാഗാർ എന്നത് കർമ്മമാർഗം, പ്രവൃത്തിയുടെ മാർഗം. സാറ എന്നത് ക്രിസ്തു മാർഗം. അപ്പം ഹാഗാർ എന്നത് പ്രവൃത്തിയുടെ മാർഗം, സാറ എന്നത് ക്രിസ്തു മാർഗം. ഇനി ഇസ്മായേൽ ജഡപ്രകാരം ജനിച്ച സന്തതി അല്ലെങ്കിൽ പ്രകൃതിയാൽ ജനിച്ച സന്തതി എന്ന് പറയും. പ്രകൃതിയാൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി സാധാരണമായി നമ്മളെല്ലാവരും സ്വാഭാവികമായി പ്രകൃതിയാൽ ഉള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ എഫേസ്യ ലേഖനം 2:11 ഇങ്ങനെ പറയുന്നു, നാം പ്രകൃതിയാൽ ജാതികൾ ആയിരുന്നു. അപ്പൊ നാം എല്ലാവരും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ആകുന്നത് വരെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം പ്രകൃതിയാലുള്ള ജീവിതമായിരുന്നു. അപ്പൊ ക്രിസ്തുവിൽ, ഇപ്പൊ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിലും ക്രിസ്തുവിലാകുന്നത് വരെ നാമും ഹാഗാറിനെ ഇസ്മായേലിനെ പോലെ ഉള്ളവരായിരുന്നു. അപ്പം ഹാഗാർ എന്നത് കർമ്മമാർഗത്തെ കുറിക്കുന്നു. അത് ഇസ്മായേൽ എന്നത് ജഡപ്രകാരമുള്ളതാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി സാധാരണ ഒരു കുഞ്ഞുണ്ടാകുന്നത് പോലെ, ഏതു മനുഷ്യനും ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ. പക്ഷെ ഇസഹാക്ക് എന്നത് വാഗ്ദത്ത പ്രകാരമുള്ളതാണ്, അല്ലെങ്കിൽ ആത്മപ്രകാരമുള്ളതാണ്. അപ്പോൾ കൃപയാലുള്ളതാണ്. അപ്പം ഹാഗാർ എന്നത് കർമ്മമാർഗവും സാറ എന്നത് ക്രിസ്തു മാർഗവും, ഇസ്മായേൽ എന്നത് ജഡപ്രകാരം അല്ലെങ്കിൽ പ്രകൃതിയാലുള്ളത്, ഇസഹാക്ക് എന്നത് വാഗ്ദത്ത പ്രകാരം കൃപയാൽ ആത്മപ്രകാരം ഉള്ളത്. അപ്പം ഇവിടെ ആ ഒരു പ്രകൃതിയാൽ നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ജീവിതത്തെ പ്രകൃതിയാലുള്ള ജീവിതത്തിൽ നിന്ന് ആത്മപ്രകാരമുള്ള ജീവിതമാക്കി എങ്ങനെ മാറി എന്നതിനെ കുറിച്ചാണ് പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇവിടെ പറയുന്നു ആ ഒരു നമ്മുടെ വീണ്ടും ജനന അനുഭവത്തെ അബ്രഹാമിന്റെ ഉദാഹരണത്തിലൂടെ അലോഗറിക്കലായി പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഹാഗാർ എന്നത് സീനായി മലയെ കുറിക്കുന്നു. അപ്പൊ അത് അടിമകളെ പ്രസവിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ ഉടമ്പടിയിലുള്ളവർ അടിമകളാണ്. നമുക്കറിയാം, ന്യായപ്രമാണം ദൈവം കൊടുത്തത് എവിടെ വെച്ച്? സീനായി മലയിൽ വെച്ചാണ്. അപ്പൊ ഹാഗാർ എന്നതിന്റെ അർത്ഥം പാറ എന്നാണ്. പക്ഷെ അറബികൾ സീനായി മലയെ പറയുന്നത്
പാറ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അടിമകൾ, ഹാഗാർ എന്നതിന്റെ അർത്ഥം പാറ എന്നാണ്. അറബികൾ സീനായ് മലയെ പറയുന്നത് പാറ എന്നാണ്. അപ്പൊ നമ്മൾ ഇപ്പോൾ നോക്കിയാൽ തന്നെ ഇസ്മായേലിന്റെ അനന്തര സന്തതികൾ, തലമുറകളെല്ലാം ഇപ്പോൾ താമസിക്കുന്നത് ഈ സ്ഥലത്താണ്. അപ്പൊ അത് ഹാഗാറിനെ കുറിക്കുന്നു. അപ്പൊ സീനായി മലയിൽ വെച്ച് കിട്ടിയ ഉടമ്പടി അടിമത്തം ഉളവാക്കി. അപ്പൊ ആ ഹാഗാറ് എന്നത് അറബി ദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിലോട് ഒക്കുന്നു. അത് തൻ്റെ മക്കളോട് കൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. അപ്പം ആ ഹാഗാർ എന്ന അടിമ പെൺകുട്ടി ന്യായപ്രമാണത്തിന്റെ അനുയോജ്യമായ ഒരു പ്രതിരൂപമാണെന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കിയാണ് ചെയ്യുന്നത്. ഇവരോട് പറയുന്നു, ന്യായപ്രമാണത്തിന് കീഴിലിരിക്കാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ഇപ്പോഴും അടിമത്വത്തിൽ ആണ് എന്ന് വെച്ചാൽ ആ ഹാഗാറിലൂടെ ജനിക്കുന്ന സന്തതിയാണ് ഇസ്രയേല്. അവരിപ്പോഴും ഇസ്രയേൽ ജാതിയെ മുഴുവന് പറയുന്നത് അവര് ഹാഗാറിലൂടെ ജനിച്ചതാണ്, വാഗ്ദത്ത പ്രകാരം ജനിച്ചതല്ല, ജഡപ്രകാരം ജനിച്ചവരാണ്. അവരിപ്പോഴും അടിമത്വത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴെന്തോ സംഭവിച്ച ഇവിടെ ഗലാത്യ സഭയിലെ ജനങ്ങള്, ഗലാത്യ വിശ്വാസികള് ആ ലോകത്തിന്റെ ആദിപാഠങ്ങൾ വിട്ട് ദൈവമല്ലാത്തവയ്ക്ക് അവർ അടിമയായിരുന്നു. ഇപ്പോഴും അവർ ദൈവത്തെ അറിഞ്ഞ് ദൈവികമായ ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചതിനു ശേഷം വീണ്ടും ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് പോകാൻ ആഗ്രഹിച്ചത് കൊണ്ട് പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ പോകുന്ന പ്രമാണം എന്ന് പറയുന്നത് വീണ്ടും നിങ്ങളെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രമാണമാണ്. കാരണം അത് ന്യായപ്രമാണമാണ്. അതിലുള്ളവർ ഇപ്പോഴും അടിമത്തത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ന്യായപ്രമാണത്തിൽ കീഴിൽ ആഗ്രഹിക്കുന്ന രക്ഷിക്കപ്പെടാത്ത ഇസ്രയേലിയുടെ കേന്ദ്രസ്ഥാനവും യഹൂദ രാഷ്ട്രത്തിന്റെ തലസ്ഥാനവുമായ യെരുശലേമിനെ ഹാഗാർ പ്രതിനിധാനം ചെയ്യുന്നു. ഇപ്പോഴത്തെ യെരുശലേമിനെ അവിടെ ആരായിരിക്കുന്ന രക്ഷിക്കപ്പെടാത്ത ഇസ്രയേലിയരുടെ ആ റിലീജിയസ് പ്ലേസിനെ, അല്ലെ അതിനെ യെരുശലേമിനെ, ഇപ്പോഴത്തെ യെരുശലേം എന്ന് പറയുന്നു. അത് ഹാഗാർ അതിനെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പൊ ആ സീനായി മല ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അപ്പൊ അത് ഭൂമിയിലെ യെരുശലേം. അത് തൻ്റെ മക്കളോട് കൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. അപ്പം രക്ഷിക്കപ്പെടാത്ത എല്ലാ ഇസ്രയേലിയരും ഇപ്പോഴും അടിമത്തത്തിലാണ്. അവരെല്ലാവരെയും അബ്രഹാമിന്റെ പിൻഗാമികൾ എന്ന് അവർ പറയുന്നു എങ്കിലും പറയുകയാണ് ഹാഗാറിന്റെ പിൻഗാമികൾ എന്നാണ് പൗലോസ് അവരെ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ കർത്താവായ യേശു ക്രിസ്തു പരീശന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നില്ലേ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണെന്ന്, പക്ഷെ നിങ്ങൾ അബ്രഹാമിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലല്ലോ. കാരണം അവർ അബ്രഹാമിന്റെ സന്തതികളാണെന്ന് പറയുന്നു എങ്കിലും പക്ഷെ അബ്രഹാമിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ല. അവരൊക്കെ വാഗ്ദത്ത പ്രകാരമുള്ള സന്തതികളല്ല, അവരെല്ലാവരും ജഡപ്രകാരമുള്ള സന്തതികളാണ്. അബ്രഹാമിന് 2 മക്കൾ ഉണ്ടെങ്കിലും ഒന്ന് വാഗ്ദത്തപ്രകാരവും ഒന്ന് ജഡപ്രകാരവും ഉള്ളതാണ്. അവരിപ്പോഴും ആ ജഡപ്രകാരമായ അവസ്ഥയിൽ അടിമത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവര് പറയുന്നുണ്ട്, ഞങ്ങൾ ആർക്കും അടിമകളായിരുന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലേ. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം പറയുമ്പോ കർത്താവ് അതുകൊണ്ടാണ് അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇപ്പോഴും അടിമത്തത്തിൽ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഇവിടെ പൗലോസ് പറയുകയാണ്, ഹാഗാർ എന്നത് അറബി ദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് റിലീജിയസ് യഹൂദ മതപരമായ ഇസ്രയേൽ എന്ന് പറയാം നമുക്ക്. അപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തൻ്റെ മക്കളോടുകൂടെ അടിമത്തത്തിലല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഒരു നിയമം നമ്മൾ പറഞ്ഞത് ഹാഗാറിന്റെ, അത് പഴയ നിയമം, അത് ഇപ്പോഴും അടിമത്തത്തിലായിരിക്കുന്നത്. അത് രക്ഷിക്കപ്പെടാത്ത ഇസ്രയേലിയരാണ് അല്ലെങ്കിൽ യഹൂദരാണ് ആ ഹാഗാറിന്റെ പിൻഗാമികൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു. ഇപ്പൊ പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ, വ്യക്തമായില്ലേ? ഓക്കെ. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അപ്പൊ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരുടെ തലസ്ഥാന നഗരിയാണ് പുതിയ യെരുശലേം അല്ലെങ്കിൽ സ്വർഗീയ യെരുശലേം എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാത്തവരുടെ തലസ്ഥാന നഗരി ഏതാ?
യെരുശലേം, ഇപ്പോഴത്തെ യെരുശലേം. അപ്പൊ രക്ഷിക്കപ്പെട്ട യഹൂദരുടെയും രക്ഷിക്കപ്പെട്ട വിജാതീയരുടെയും തലസ്ഥാന നഗരി ഏതാ? സ്വർഗീയ യെരുശലേം. രക്ഷിക്കപ്പെടാത്ത യഹൂദരുടെ തലസ്ഥാന നഗരിയാണ് ഇപ്പോഴത്തെ യെരുശലേം. രക്ഷിക്കപ്പെട്ട യഹൂദരുടെയും രക്ഷിക്കപ്പെട്ട വിജാതീയരുടെയും തലസ്ഥാന നഗരിയാണ് പുതിയ യെരുശലേം. ഓക്കെ. നമുക്കറിയാം റോമാലേഖനം 9-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അബ്രഹാമിന്റെ സന്തതി 2 ഉണ്ടെങ്കിലും യിസ്ഹാക്കിൽ നിന്ന് ജനിച്ചവരാണ് വാഗ്ദത്ത സന്തതി. പൗലോസ് ഇവിടെ പറയുകയാണ്. നമുക്ക് അവിടെ തുടങ്ങുമ്പോൾ നമുക്ക് റോമാലേഖനം 9-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. ലേഖനം 9-ാം അധ്യായം 7-ാം വാക്യം 8-ാം വാക്യം. ഓക്കെ. അബ്രഹാമിൻ 9:7-8. അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കൾ എന്ന് വരികയില്ല, യിസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ എന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നുള്ളു. അപ്പം ജഡപ്രകാരം ജനിച്ച അല്ലെ ഇസ്മായിലിൽ ജനിച്ച മക്കളല്ല അബ്രഹാമിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച യിസ്ഹാക്കിൽ നിന്ന് ജനിച്ചവരാണ് വാഗ്ദത്ത പ്രകാരമുള്ള സന്തതി അല്ലെങ്കിൽ അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത് നമ്മൾ കണ്ടു മതപരമായ ഇസ്രായേൽ അല്ലെ ക്യാപിറ്റൽ ഓഫ് റിലീജിയസ് ജൂഡായിസം, അവരിപ്പോഴും അടിമത്തത്തിൽ തന്നെ ആയിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ കണ്ട് സ്വർഗീയ യെരുശലേം, മീതെയുള്ള യെരുശലേം എന്ന് പറഞ്ഞാൽ റിയൽ ക്രിസ്ത്യാനിറ്റി കംസ് ഫ്രം അബവ്. അപ്പൊ സ്വർഗത്തിൽ നിന്ന്, പുതിയ യെരുശലേം സ്വർഗത്തിൽ നിന്നുള്ള താണ് റിയൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പറഞ്ഞ രക്ഷിക്കപ്പെടാത്ത ഏവരും ഭൂമിയിൽ നിന്നുള്ളവർ, രക്ഷിക്കപ്പെടാത്ത ഏവരും ഭൂമിയിൽ നിന്നുള്ളവർ രക്ഷിക്കപ്പെട്ട അല്ലെ വീണ്ടും ജനനം പ്രാപിച്ചവരാണ് സ്വർഗത്തിൽ നിന്ന് ഉള്ളവരെ. അസ്വർഗീയ യെരുശലേമിന്റെ സന്തതികളാണ് രക്ഷിക്കപ്പെടുന്നവർ. അപ്പൊ ഹാഗാറിന്റെ സന്തതി പരമ്പര എന്ന് പറയുന്നത് ഇപ്പോഴത്തെ യെരുശലേം, അത് ഭൂമിയിൽ നിന്ന്, അവൾ വസിക്കുന്നവർ ഭൂമിയിൽ നിന്നുള്ളവർ. ഇപ്പോഴത്തെ വിശ്വസിക്കാത്ത യഹൂദന്മാരെല്ലാവരും ഭൂമിയിൽ നിന്നുള്ളവർ. ഇനി വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട യഹൂദന്മാരും വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട വിജാതീയരും എല്ലാവരും, ജാതികളും എല്ലാവരും സ്വർഗത്തിൽ നിന്ന് ഉള്ളവർ. അപ്പൊ ഇവിടെ പറയുന്നു മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു. അപ്പൊ അത് സ്വതന്ത്രയാകുന്നു. ഈ ഉടമ്പടിയിൽ സ്വാതന്ത്ര്യത്തെ പ്രദാനം ചെയ്യുന്നു. മനസ്സിലായില്ലെങ്കിൽ പറയണം, കാരണം എനിക്കറിയാം ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാ. എനിക്ക് പറയാവുന്ന തരാവുന്ന രീതിയിൽ എൻ്റെ വാക്കുകൾക്ക് ഒത്തിരി പരിമിതികളുണ്ട്. ശ്രദ്ധിച്ചിരുന്നാൽ മതി, അവസാനം ആകുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഓക്കെ. മീതെയുള്ള യെരുശലേം സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അപ്പം ഈ ഉടമ്പടിയിൽ സ്വാതന്ത്ര്യമാണ് ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് അത് നോക്കുമ്പോൾ അബ്രഹാമിന് വാഗ്ദത്ത ജനിച്ച സന്തതി സാറയിലൂടെ ജനിച്ചത് സ്വാതന്ത്ര്യത്തെ പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ ആ കാറ്റഗറിയിൽ വരുന്നവരാണ്, സ്വതന്ത്രയുടെ മക്കളാണ്. അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടാൻ കാരണം, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ കാരണം കർത്താവ് ഒരു വലിയ വില കൊടുത്തു. ആ വിലയാലാണ് നാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നാം അനുഭവിക്കുക. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, നാം സന്തോഷത്തോടെ അനുഭവിക്കുക, അത് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം സ്വർഗീയ യെരുശലേമിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്ന നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനവും അതുപോലെ തന്നെ റെവലേഷനിൽ 2-3 വാക്യങ്ങൾ നമുക്ക് വായിച്ചു പോകാം. എബ്രായ ലേഖനം 12:18, 22, 23 വാക്യങ്ങൾ. ഓക്കെ. സ്ഥൂലമായത് 12:18 സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതാമസെ, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുക. അത് പഴയ പ്രമാണമായിരുന്നു. സിനായ് മലയിൽ വെച്ച് ന്യായപ്രമാണം കൊടുത്തപ്പോൾ ഉണ്ടായ സംഭവപരമ്പകളാണ് അതൊക്കെ. ഇനി 22-ാമത്തെ വാക്യം, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ജനം കൂടുന്ന സഭ,
എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആര്? സ്വർഗീയ യെരൂശലേമിന്റെ സന്തതികളാണ്. ഫിലിപ്പിയ ലേഖനം 3:20 നമുക്കറിയാമല്ലോ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു, അവിടെ നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരും എന്ന് നാം അറിയുന്നു. ഇനി വെളിപ്പാട് പുസ്തകം 3:12 വാക്യം, 3:12. വെളിപ്പാട് പുസ്തകം 3:12. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിന്റെ നാമവും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവന് കൊടുക്കും. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് കിട്ടുന്ന പദവിയാണ് അത്, അല്ലെ? പിന്നെ 21:2 വായിക്കാം. 21:2. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് കണ്ട്. അവിടെ വസിക്കുന്നവര് ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. 21:10 ഒന്ന് വായിച്ചു വിടാം. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. യോഹന്നാനെ കാണിക്കുകയാണ്. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തു നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നതായി കാണുന്നു. അത് പുതിയ യെരൂശലേം. അത് സ്വതന്ത്രയാകുന്നു. അപ്പൊ ഫ്രീ ആയിട്ട് ദൈവത്താൽ, ദൈവത്തിന്റെ വാഗ്ദത്താൽ ദൈവമക്കളായി തീർന്നവരുടെ തലസ്ഥാന നഗരിയാണ് പുതിയ യെരൂശലേം എന്നുള്ളത്. അപ്പൊ യഹൂദന്മാരും വിജാതീയരുമായ സകല വിശ്വാസികളുടെയും അമ്മയാണ് പുതിയ യെരൂശലേം, അല്ലെങ്കിൽ മദർ സിറ്റി എന്ന് പറയും. അപ്പം രക്ഷിക്കപ്പെട്ട യഹൂദന്മാരുടെയും രക്ഷിക്കപ്പെട്ട വിജാതീയരുടെയും അമ്മയാണ് പുതിയ യെരൂശലേം. അപ്പോൾ അത് നൂറ്റാണ്ടുകളായി ക്രിസ്തുവിൽ വിശ്വസിച്ച എല്ലാവരുടെയും അമ്മയാണ് പുതിയ യെരൂശലേം. അവരെല്ലാവരും നൂറ്റാണ്ടുകളായി കർത്താവിൽ വിശ്വസിച്ച എല്ലാവരും ആ ഉടമ്പടിയുടെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്രിസ്തീയ ഉടമ്പടിയിലൂടെ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരുടെയും ജനനം ഒരു അത്ഭുത ജനനമാണ്, അല്ലയോ? അതൊരു മിറക്കിളാണ്. കാരണം 27-ാം വാക്യത്തിൽ അത് പൗലോസ് അത് വ്യക്തമാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് അവരോട് പറയുക, 5:1 ഞാൻ വായിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അത് കുറിച്ച് നമ്മളെ സ്വതന്ത്രരാക്കിയാണ്. നാം അടിമത്വത്തിലായിരുന്നു, ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ, അല്ലെങ്കിൽ ലോകത്തിന്റെ ആദിപാഠത്തിന്റെ അടിമത്തത്തിലായിരുന്നു. നമ്മെ ദൈവം ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത് സ്വതന്ത്രരാക്കിയാണ് ഇരിക്കുന്നത്. നമുക്ക് വായിക്കാം 27-ാമത്തെ വാക്യം, 4:27. അപ്പൊ ഇവിടെ മീതെയുള്ള യെരൂശലേം സ്വതന്ത്രയാകുന്നു. അവിടെ ജനിച്ച എല്ലാവരും ഒരു വലിയൊരു അത്ഭുത ജനനത്താണ് സംഭവിച്ച. നമുക്ക് നോക്കിയാൽ അറിയാം, ഇസ്ഹാക്കിന്റെ ജനവും അത്ഭുത ജനനമായിരുന്നു, അല്ലെ? ഒരു സന്തതി ജനിക്കാൻ ഒരു സാധ്യതയുമില്ല. 99-ാമത്തെ വയസ്സിൽ, അല്ലെ 100-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിന് മൃതപ്രായനായവന് തന്നെ എന്ന് പറയുന്നുണ്ട്. കാരണം മരണത്തോടടുത്തിരിക്കുന്ന അബ്രഹാമിന് സന്തതി ജനിക്കുന്നതാണ് കാണിക്കുന്നത്. ഒരിക്കലും ചാൻസ് ഇല്ല. കാരണം ഇസ്മായിൽ ഉണ്ടതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം, 13 വർഷങ്ങൾക്ക് ശേഷമാണ് സന്ധി ഉണ്ടാകുന്നത്. അബ്രഹാമിന്റെ ആ ശക്തി മുഴുവൻ നശിച്ചു പോയി. എന്നിട്ടാണ് ദൈവം അവിടെ പ്രവർത്തിച്ചത്, അബ്രഹാമിനും സാറയ്ക്കും മക്കൾ ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്ക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർക്കുക, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം പ്രസവിക്കാത്ത മച്ചിയെ, ഇത് നമ്മൾ കാണുന്നത് യെശയ്യാവിന്റെ പുസ്തകം 54:1 നിന്നുള്ള ഉദ്ധരണിയാണ്. വായിക്കുന്നില്ല. അത് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഭൗതിക യെരൂശലേമിൽ
യെരൂശലേമ്യരുടെ സംഖ്യയേക്കാൾ അധികമാണ് സ്വർഗീയ നഗരത്തിന്റെ മക്കൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെടാത്ത യെരൂശലേമിലെ വീണ്ടെടുക്കപ്പെടാത്ത യഹൂദന്മാരുടെ നമ്പറിനേക്കാൾ അധികമാണ് ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു ഞാൻ വായിക്കാം. ഭൗതിക യെരൂശലേമിനേക്കാൾ സ്വർഗീയ നഗരത്തിന്റെ മക്കളുടെ എണ്ണം അധികമാണ്. അപ്പൊ ഇവിടെ പ്രസവിക്കാത്ത മച്ചിയെ എന്ന് പറയുന്നത് ദീർഘകാലം പ്രസവിക്കാത്ത ആൾ എന്ന ഉദ്ദേശത്തിൽ സാറയെയാണ് പറയുന്നത്. സാറയോട് പറയാണ്, പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്ക, നോവ് കിട്ടിയിട്ടില്ലാത്തവയെ പൊട്ടിയാർക്കാം. ഏകാകിനി എന്ന് പറയുന്നത് ഹാഗാറിനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് ഭർത്താവുള്ള സ്ത്രീ എന്ന് പറയുന്നത്. കാരണം സാറ ദീർഘകാലം പ്രസവിക്കാതിരുന്നു, മച്ചിയായിരുന്നു. ഹാഗാർ ആണെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം 1 വർഷം കഴിഞ്ഞ് ഇസ്മായേൽ ഉണ്ടായി. അപ്പം ഭർത്താവുള്ള സ്ത്രീ ഹാഗാർ. അപ്പൊ നമ്മൾ വിചാരിക്കും ഹാഗാറിനായിരിക്കും സന്തോഷിക്കാൻ കാരണമെന്ന്. പൗലോസ് പറയുക അങ്ങനെയല്ല, പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കാൻ നോവ് കിട്ടിയിട്ടാണ്. സാറയോടാ പറയുന്നത്, സാറയുടെ കുലത്തിലുള്ളവരോടാ പറയുന്നത്, അല്ലെങ്കിൽ സാറയുടെ തലമുറയിലുള്ളവരോടാ പറയുന്നത്, നിങ്ങൾ ആനന്ദിക്കാം. എന്താണ് കാരണം? ആ ജഡപ്രകാരം ഉണ്ടായ സന്തതികളെക്കാൾ അധികമാണ് വാഗ്ദത്ത പ്രകാരമുള്ള സന്തതികൾ എന്ന് പറയുന്നത്. കാരണം ക്രിസ്തുവിന് ശേഷം വിശ്വാസത്തിൽ വന്നവരുടെ എണ്ണം ഇപ്പോഴുള്ള യെരൂശലേമിന്റെ മക്കളെക്കാൾ അധികമാണ് എന്ന് പറയാം. അപ്പൊ സാറയോട് പറയാ, നിനക്ക് ആനന്ദിക്കാൻ വകയുണ്ട്. എല്ലാവരും പറയും എന്താ പറയുന്നത്, ഹാഗാറ് പെട്ടെന്ന് ഗർഭിണിയായ ഒരു മകനെ പ്രസവിച്ചു. അല്ല, സാറയ്ക്കാണ് ആനന്ദിക്കാൻ വക. കാരണം ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികമാണ് പ്രസവിക്കാത്ത മച്ചിയുടെ മക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ന്യായപ്രമാണത്തിൽ കീഴിലിരിക്കുന്ന ഹാഗാറിന്റെ മക്കളെക്കാൾ അധികമാണ് ക്രിസ്തുവേശുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട മക്കളുടെ എണ്ണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വാഗ്ദത്ത പ്രകാരമുള്ള പുതിയ നിയമ ഉടമ്പടി പ്രകാരമുള്ള മക്കളുടെ എണ്ണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കാൻ. നീ ഇത്ര കാലം വിഷമത്തോടെ ഇരുന്നു, പക്ഷെ നിനക്കിപ്പോൾ ആനന്ദിക്കാൻ വകയുണ്ട്. കാരണം സ്വർഗീയ യെരൂശലേമിന്റെ മക്കളാണ് ഇപ്പോഴത്തെ യെരൂശലേമിന്റെ മക്കളേക്കാൾ അധികമായിട്ടുള്ളത് എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ 4 കോൺട്രാസ്റ്റ് ആണ് ഇതുവരെയുള്ള. എനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. സ്പോയിൽ പറയാം. ഓക്കെ, തീർക്കണമെന്ന് വിചാരിച്ചിട്ട് പറയുക കേട്ടോ, ഈ അധ്യായം തീർക്കണമെന്ന് വിചാരിച്ചൊക്കെ. ഇവിടെ നമ്മൾ കണ്ടത് 4 കോൺട്രാസ്റ്റ് ആണ് നമ്മൾ കണ്ടത്. ഒന്ന് ഫ്രീഡവും സ്ലേവറിയും കണ്ടു. അതിനകത്ത് ഫ്രീ വുമണായിട്ട് സാറായെയും സ്ലേവ് വുമണായിട്ട് അല്ലെങ്കിൽ ബോണ്ട് വുമണായിട്ട് ഹാഗാറിനെയും കണ്ടു. രണ്ടാമത്തെ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് പ്രോമിസ്ഡ് മിറക്കിൾ വാഗ്ദത്ത സന്തതിയായിട്ട് ഇസഹാക്കിനെയും ജഡപ്രകാരമുള്ള സന്തതി അല്ലെങ്കിൽ വർക്ക് ഓഫ് ഫ്ലഷ് ആയിട്ട് നമ്മൾ ഇഷ്മായേലിനെയും കണ്ടു. മൂന്നാമത്തെ കോൺട്രാസ്റ്റ് ഹെവൻ, ന്യൂ ജെറുസലേം, പുതിയ യെരൂശലേം, അതും അതുപോലെ തന്നെ ഇപ്പോഴത്തെ യെരൂശലേം അല്ലെങ്കിൽ ഭൂമിയെയും ഉദ്ദേശിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് മെനി ഓഫ് സ്ട്രിങ്സ്. അപ്പം ജഡപ്രകാരമുള്ള സന്തതികളുണ്ട്, പക്ഷേ ആ വാഗ്ദത്ത പ്രകാരമുള്ള സന്തതികൾ അവരിൽ അധികമാണ്. മെനി മോർ ഓഫ് സ്ട്രിങ്സ്. അപ്പൊ അവരിൽ അധികമാണ്. അപ്പം ജഡപ്രകാരമുള്ള സന്തതികളെക്കാൾ അധികമാണ് വാഗ്ദത്ത പ്രകാരമുള്ള സന്തതികൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് 28ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 28ാമത്തെ വാക്യം, നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കൾ ആകുന്നു. അപ്പൊ അവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിൽ ഇരിക്കാൻ ഇച്ഛിക്കുന്നവരല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു? നിങ്ങൾ അടിമത്വത്തിലായിരുന്നു. നിങ്ങളെ അവിടെ നിന്ന് ദൈവം വിളിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോയി. നിങ്ങളോട് ചിലരൊക്കെ പറഞ്ഞു, ഇനി ആ രക്ഷയുടെ പൂർണ്ണത്തിൽ വരണമെങ്കിൽ ന്യായപ്രമാണത്തിന് കുറെ കാര്യങ്ങളൊക്കെ അനുസരിക്കണം. പക്ഷെ നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങൾ ഇപ്പോഴും ആ ഹാഗാറിൽ നിന്ന് ജനിച്ച സന്തതി പരമ്പരയെ പോലെ ഇപ്പോഴും ഇനി അടിമത്വത്തിലാകാനായിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്
പറയുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം വീണ്ടും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നുണ്ടല്ലേ. ആ ഒരു എന്ത് പറയുക, അവര് ഒരിക്കൽ ക്രിസ്തു ഉരുവായതാണ്, പക്ഷെ അതിൽ നിന്നും മാറി അടിമത്തത്തിലേക്ക് വീണ്ടും പോയത് കൊണ്ട് അവരോട് പറയുക, ഞാൻ നിങ്ങളെ വീണ്ടും ക്രിസ്തുവിലേക്ക് ആക്കുവാൻ പ്രസവ വേദനപ്പെടുകയാണ് എന്ന് പറയുന്നത്. 28-ാമത്തെ വാക്യം. നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കൾ ആകുന്നു. അപ്പം അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ചു, ഇസഹാക്കിനെ നൽകി. അപ്പൊ ഇസഹാക്ക് ജനിക്കുന്നത് അത്ഭുത പ്രവൃത്തിയാലാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാം വാക്യവും 12-ാം വാക്യവും ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതാണെങ്കിൽ നമുക്കൊന്ന് വായിച്ചു വിടാം. അത് എന്താ പറയുന്നത്, അത് അത്ഭുത പ്രവൃത്തിയാണ് എന്ന് പറയാൻ കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ലഭിച്ചവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിനുള്ള ശക്തി ലഭിച്ചു. നമ്മൾ റോമാലേഖനം വായിച്ചു. ആ സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും, അപ്പൊ അത് നിർജീവമായി പോയി. അതെല്ലാം നിർജീവമായി പോയതിനെ മാറ്റിയിട്ട് ഞാൻ പറയും, പുതിയൊരു ഗർഭപാത്രം ദൈവം സാറയ്ക്ക് കൊടുത്തു. ഒരു കന്യകയുടെ ഗർഭപാത്രം പോലെ 90 വയസ്സുള്ള സാറയ്ക്ക് ദൈവം ഒരു ഗർഭപാത്രം കൊടുത്തു. ഇസഹാക്കിനെ ജനിപ്പിച്ചത് അത്ഭുത പ്രവൃത്തിയല്ലേ. കാരണം പ്രായമായവരുടെ ഗർഭപാത്രം എല്ലാ സാഹചര്യങ്ങളും ഇനി പുത്രോത്പാദനത്തിന് യാതൊരു സാഹചര്യവും ഇല്ലാതിരിക്കുന്ന അവസ്ഥ, നിർജീവമായ അവസ്ഥ, ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവം പുതിയൊരു അവയവത്തെ സാറയ്ക്ക് കൊടുത്തു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. അപ്പം അബ്രഹാം മാത്രമല്ല വിശ്വസിച്ച, സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് വിശ്വസിച്ചു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ചിലര് പറയുന്ന ആകാശത്തിലെ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എന്ന് പറയുന്ന ഇസഹാക്കിന്റെ സന്തതികളും കടൽക്കരയിലെ മണൽ പോലെ എന്ന് പറയുന്നത് ഇസ്മായിലിന്റെ സന്തതികൾ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം ഇസ്മായിലിന്റെ സന്തതികൾ ജീവനില്ലാത്തവരാ, മണൽത്തരിയെ പോലെയാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് നമുക്ക് വെറുതെ കളഞ്ഞേക്കാം, അത് എടുക്കണ്ട. എനിവേ, അപ്പം അബ്രഹാമിന് 100 വയസ്സാകുന്നു, സാറയ്ക്ക് 90 വയസ്സാകുന്നു. പുത്രോത്പാദനത്തിന് യാതൊരു സാധ്യതയുമില്ലായിരുന്ന സമയത്തെ അത്ഭുതത്താൽ ദൈവം അബ്രഹാമിന് ഒരു സന്തതിയെ കൊടുത്തു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അബ്രഹാം മരിച്ചവരെ ഉയർപ്പിക്കയില്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവം എന്ന് പറയുന്നുണ്ട്. കാരണം സാറയുടെ ഗർഭപാത്രത്തിന് ഒരു ജീവനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം. അങ്ങനെ കൊണ്ട് അബ്രഹാമിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ഇന്ന് നമുക്ക് ദൈവത്തിന്റെ വചനമുണ്ട്, ഇന്ന് നമുക്ക് ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്, നമുക്ക് പഴയ നിയമ ഹീറോസിന്റെ ഒക്കെ നമുക്ക് എന്താ പറയുന്നത് ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്, നമുക്ക് സാഹചര്യങ്ങളുണ്ട്, നമുക്ക് എല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ കേട്ടിട്ടും നമ്മൾ വിശ്വസിക്കുന്നില്ല, അല്ലേ? ഇത്രത്തോളം ജീവനുള്ള വചനം നമുക്ക് എഴുതത്തില്ല. അബ്രഹാമിന്റെ സമയത്ത് വചനങ്ങളില്ല. അബ്രഹാമിന് ഒരു കാര്യത്തിൽ ഇങ്ങനെ ദൈവം ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടുകേൾവിയില്ല. അബ്രഹാം ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു ആളിനെ ദൈവം വിളിച്ചു വരുത്തി ഒരു വാഗ്ദത്തം കൊടുത്ത്, എഴുതപ്പെട്ടിട്ടില്ലാത്ത ഒരു വചനവും ഇല്ലാത്ത സമയത്ത് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു എങ്കിൽ അബ്രഹാമിന്റെ വിശ്വാസം നാം ഒന്ന് ആലോചിച്ച് നോക്ക്. മരിച്ചവരെ ഉയർപ്പിക്കുകയുള്ളതിനെ ഇല്ലാതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവമെന്ന് അബ്രഹാം വിശ്വസിക്കാൻ കാരണമായി തീർന്നു. 100 വയസ്സുള്ള അബ്രഹാമിന് മകൻ ജനിച്ചു, 90 വയസ്സുള്ള സാറയ്ക്കും ഒരു മകൻ ജനിച്ചു. ഓക്കെ. അപ്പൊ അവിടെ സാഹചര്യം എല്ലാതിരുന്ന അവസ്ഥയിലാണ് അങ്ങനെ ഉണ്ടായത്. അപ്പം
പൗലോസ് പറയുകയാണ്, അങ്ങനെ നിർജീവത്വത്തിലായിരുന്ന അബ്രഹാമിന്റെയും സാറായുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ഇസഹാക്ക് ജനിച്ചതുപോലെയാണ് ഇപ്പോഴും പുതിയ നിയമകാലത്തെ ക്രിസ്തുവിൽ ജനിക്കുന്ന ഓരോ വിശ്വാസിയും എന്നാണ് പറയുന്നത്. അപ്പം എന്തുവാണത് പറയുന്നത്? അപ്പൊ ഇപ്പോഴത്തെ വിശ്വാസികൾ ആത്മീക ജീവൻ പ്രാപിക്കുന്നതും ഇതിന് ഉദാഹരണമാണ് എന്ന് പറയും. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയും? നമ്മിലുള്ള ഒരു മരിച്ച ആത്മാവിനെ ജീവിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല. ജഡപ്രകാരം പ്രകൃതിയാൽ ജനിച്ചവരായിരുന്നു നാം. ആദമ്യ പാരമ്പര്യ പ്രകാരം ഉണ്ടായിരുന്ന ആദമിനെ ദൈവം ജീവനുള്ളവനായി സൃഷ്ടിച്ചുവെങ്കിലും, ജീവിക്കുന്ന ഒരു ആത്മാവിനെ ഉള്ളിൽ കൊടുത്തുവെങ്കിലും, ആദം പാപം ചെയ്തപ്പോൾ ആദമിന്റെ ജീവിച്ചിരുന്ന ആത്മാവ് അത് മരിച്ചുപോയി, അത് നിർജീവാവസ്ഥയിലായിപ്പോയി. അങ്ങനെ അബ്രഹാമിലൂടെ ജനിച്ചവരുടെ എല്ലാം ആത്മാക്കൾ നിർജീവാവസ്ഥയിലായിരുന്നു. നമുക്ക് ആലോചിച്ചാൽ അങ്ങനെ ഒരു ആത്മാവിനെ നമ്മളുടെ പ്രവൃത്തികളിലൂടെ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ജീവിപ്പിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. പൗലോസ് പറയുകയാണ്, സാറായിക്കും അബ്രഹാമിനും ഒരു സാഹചര്യവുമില്ലാത്ത അവസരത്തിൽ വാഗ്ദത്തത്താൽ ഒരു മിറക്കിൾ സന്തതി ജനിച്ചു. അതുപോലെയാണ് ഇന്നും ദൈവ കുടുംബത്തിലേക്ക് ജനിക്കുന്ന ഓരോ ദൈവ മക്കളുടെയും അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊക്കെ എത്ര വലിയ ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതെല്ലാം വായിച്ചു വിടും. പക്ഷെ ഓരോ ദൈവ പൈതലും ജനിക്കുന്നത് വലിയൊരു അത്ഭുതമാണ്. ഇന്നും എത്രയോ അത്ഭുതങ്ങൾ ദൈവം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഈ ലോകത്തിൽ നമ്മളെ ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം തരുന്നതല്ല ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മിൽ ജീവനില്ലായിരുന്ന ഒരാത്മാവിന് ജീവൻ പ്രാപിപ്പിച്ച് ദൈവത്തിന്റെ മക്കളാകുവാൻ അവകാശം തന്ന്, അതുപോലെ സ്വർഗീയ രാജ്യത്തിന് അവകാശികളാക്കി നമ്മെ തീർത്തതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം നമ്മെ ദൈവമാക്കി തീർത്തതാണ്. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, അപ്പം നമുക്ക് പുതിയ നിയമത്തിന്റെ ചില വാക്യങ്ങളിലൂടെ കടന്നു പോകാം. എങ്ങനെയാണ് നമ്മുടെ ജീവിതം അത്ഭുതകരമായി തീർക്കുന്ന? സാറയ്ക്കും യാക്കോബിന്റെ ലേഖനം 1:18 അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ പുത്രജനനത്തിന് യാതൊരു സാഹചര്യമില്ലാതിരുന്നപ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുന്ന ദൈവം അബ്രഹാമിനും സാറയ്ക്കും ഇസഹാക്കിനെ കൊടുത്തതുപോലെ നമ്മൾ ജീവനില്ലാതിരുന്ന ഒരാത്മാവിന് പുതുജനനം തന്ന ദൈവം നമ്മെയും വീണ്ടെടുത്തു. യാക്കോബിന്റെ ലേഖനം 1:18. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ആലോചിച്ചു നോക്കിയേ, നാം ദൈവത്തെ അറിയണമെന്നും പറഞ്ഞിട്ടിരുന്ന സമയത്താണോ ദൈവം നമ്മെ വീണ്ടെടുത്തത്? നമ്മൾ പോലും അറിയാതിരുന്ന ഒരു സമയത്ത് ദൈവത്തിന്റെ സത്യവചനം കേട്ടപ്പോൾ ദൈവം നമ്മെ വീണ്ടെടുത്തു. ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ ജീവനില്ലാതിരുന്ന ഒരാത്മാവിന് ദൈവം ജീവൻ തന്നു. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, പത്രോസിന്റെ ലേഖനം 1:23. പത്രോസിന്റെ 1-ലേഖനം 1-അധ്യായം 23 കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളുടെ പ്രവൃത്തികൾ ഒന്നുമല്ല. വീണ്ടും ജനനം എന്ന് പറയുന്നത് അത്ഭുതകരമായ സ്വർഗത്തിൽ നിന്നുള്ള ജനനമാണ്. യോഹന്നാൻ 1:12-13 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 13-ാമത്തെ വാക്യം,
അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പൊ ക്രിസ്തുവിലുള്ളവർ പാരമ്പര്യപ്രകാരം ക്രിസ്ത്യാനികളാകുന്നവരല്ല, സ്വാഭാവികമായ ഒരു ജനനത്താൽ ഉണ്ടാകുന്നവരല്ല, പുരുഷന്റെ ഇഷ്ടത്താൽ ഉണ്ടാകുന്നവരല്ല. ഇവിടെ നിന്നുള്ളവരാ? ദൈവത്തിൽ നിന്നുള്ള മേലിൽ നിന്ന് ജനിച്ചവരാകയാൽ. അതുകൊണ്ട് പൗലോസ് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പറയുകയാണ്, ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്, സകലതും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളത്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാ. നിങ്ങളുടെ ജനനം മേലിൽ നിന്നുള്ള ജനനമാണ്. അതുപോലെ തന്നെ നമ്മൾ എഫെസ്യർ പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താലും ദൈവം നമ്മെ ക്രിസ്തുവിൽ മുൻ നിയമിച്ചു എന്ന് പറയുന്നത്. നിറച്ചിരിക്കുക അല്ലെ, ക്രിസ്തുവിൽ ആ വീണ്ടും ജനനം നടത്തുന്നത്. അത് അത്ഭുതകരമായ ഒരു ജനനമാണ്. നാമും അബ്രഹാം വാഗ്ദത്തത്താൽ അത്ഭുതകരമായി ജനിച്ചതുപോലെ നാമും സ്വർഗത്തിൽ നിന്ന് ജനിച്ചവരാണ്. അബ്രഹാമിന്റെ മക്കളാകുവാൻ ദൈവം നമുക്ക് ക്രിസ്തുവേശുവിലൂടെ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഗലാത്യലേഖനം നമ്മൾ പഠിച്ച വാക്യമാണ്. 3:27, 28, 29 വാക്യങ്ങൾ ഞാൻ പറയാം. 27, 28, 29 വാക്യങ്ങൾ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. അപ്പം ന്യായപ്രമാണത്തിന് കീഴിലിരിക്കാൻ ഇച്ഛിക്കുന്നവരെ എന്ന് പറയുന്ന യെരുശലേമിലെ യഹൂദരും, അതുപോലെ തന്നെ ഇപ്പോ ന്യായപ്രമാണത്തിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഗലാത്യ വിശ്വാസികളോടും പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ പറയുകയാണ്, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാണ്. അബ്രഹാമിന്റെ ജനപ്രകാരം ജനിച്ച മക്കളല്ല ക്രിസ്തുവിലുള്ള വാഗ്ദത്ത സന്തതി. അബ്രഹാമിന് വാഗ്ദത്ത പ്രകാരം ജനിച്ച യിസ്ഹാക്കിലൂടെയുള്ള സന്തതിയാണ് ദൈവത്തിന്റെ സന്തതി എന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. ഇതിനകത്ത് നമ്മൾ കാണുന്ന 5-ാമത്തെ കോൺട്രാസ്റ്റ് ആണ് കാണുന്നത്. 5-ാമത്തെ കോൺട്രാസ്റ്റ്. ഓക്കെ. എന്നാൽ ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. ഒരു ക്രിസ്തീയ ദൈവരാജ്യത്തിന്റെ സത്യമാണ് അത്. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. നമുക്ക് പശ്ചാത്തലം ഒന്ന് വായിക്കാം. ഇവിടെ പറയുന്നത്, ജഡപ്രകാരം ജനിച്ചവൻ ഇശ്മായേൽ വാഗ്ദത്ത പ്രകാരം ജനിച്ച ഇസഹാക്കിനെ ഉപദ്രവിച്ചു എന്ന് നാം കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 21:8 9 വാക്യങ്ങളാണ് അവിടെ കാണുന്നത്. അവിടെ നമുക്കറിയാം, അന്ന് ഇസഹാക്ക് ജനിക്കുമ്പോൾ ഇസഹാക്കിന് പരിശോധന അബ്രഹാം പരിശോധന ഏൽക്കുമ്പോൾ ഇസ്മായിലിന് 13 വയസ്സും അതുപോലെ തന്നെ ഇസഹാക്ക് ജനിക്കുമ്പോൾ 14 വയസ്സുമുണ്ട് ഇസ്മായിലിന്. ഓക്കെ. അപ്പൊ ഇവിടെ ഞാനത് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഉൽപ്പത്തി 21:8 9 വാക്യങ്ങൾ. പൈതൽ വളർന്ന് മുലകുടി മാറി. ഇസഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. മിസ്രയീമ്യ ദാസി ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട്. ഓക്കെ. ഇവിടെ സംഭവിച്ചത്, ആ യഹൂദ പശ്ചാത്തലത്തിൽ മുലകുടി മാറുക എന്ന് പറഞ്ഞാൽ പൈതൽ വീൻ ചെയ്യുന്ന മുലകുടി മാറി അതും നോർമൽ ആഹാരമൊക്കെ കഴിക്കാൻ പ്രായമായിരുന്ന ഒരു സമയത്ത് ആ സമയത്തെ ഒരു വലിയ വിരുന്ന്, ഒരാഘോഷമായി അവിടുത്തെ ആളുകൾ കണക്കാക്കിയിരുന്നു. അതാണ് അബ്രഹാം വലിയൊരു വിരുന്ന് കഴിച്ചു. അതൊരു അവരുടെ ഒരു ചെറിയൊരു ആഘോഷമാണ്. ആ ആഘോഷത്തിൽ എല്ലാവരും കൂടിയിരുന്ന സമയത്ത് എന്തുവാ ചെയ്തത്? ഇസഹാക്കിനെ ഇസ്മായേൽ പരിഹസിച്ചു, ഉപദ്രവിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പം അതാണ് പറയുന്നത്, അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. അപ്പം അന്ന് ആ വലിയ വിരുന്നിൽ വെച്ച് ഇസഹാക്ക് പരിഹസിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്, തുടർന്നും ഇസ്മായിലിന്റെ പിൻതലമുറക്കാരൊക്കെയും
ഇപ്പോഴും ഇസഹാക്കിനെ നിന്നുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് ഇപ്പോഴും കാണുന്നല്ലേ. അന്നത്തെ പോലെ ഇന്നുമുണ്ട്. ഗാസ, അറബ് രാജ്യങ്ങള് എല്ലാം, പലസ്തീന്, അതിലൊക്കെ യുദ്ധം നടക്കുക അല്ലേ. അന്ന് ആ ഒരു ജഡപ്രകാരമുള്ള സന്തതിയും വാക്തപ്രകാരം അത് എന്താ പറയുന്നേ, നമ്മളെ പ്രകൃതിയാ പറയുന്നത് പോലെ ഇന്നും അവര് തമ്മിൽ യുദ്ധം നടക്കുന്നു. പൗലോസ് പറയുക, അവര് തമ്മിൽ അന്ന് യുദ്ധം ഉണ്ടായതുപോലെ ഇപ്പം അറബ് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായതുപോലെ വാക്തത്വം പ്രകാരം ജനിച്ച സന്തതിയും ജഡപ്രകാരം ജനിച്ച സന്തതിയും ഇപ്പോഴത്തെ ആ അവസ്ഥയിലും യുദ്ധമുണ്ട്. ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരും വീണ്ടെടുക്കപ്പെടാത്തവരും തമ്മിൽ യുദ്ധമുണ്ട്. കാരണം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്തവർ വീണ്ടെടുക്കപ്പെട്ടവരെ ഉപദ്രവിക്കുന്നു. അന്നത്തെ പോലെ തന്നെ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവരെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. അതുപോലെ തന്നെ അന്ന് ഇസഹാക്കിനെ ഇസ്മായേൽ ഉപദ്രവിച്ചതുപോലെ തന്നെ ഇന്നും വിശ്വാസഗോളത്തിലും അങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. വിശ്വാസികൾക്ക് അവിശ്വാസികളാൽ ഉപദ്രവം സഹിക്കേണ്ടി വരുന്നു. നമുക്കറിയാം പൗലോസും മറ്റ് അപ്പോസ്തലന്മാരൊക്കെ യാത്ര ചെയ്ത് സഞ്ചരിച്ചപ്പോഴൊക്കെ യഹൂദന്മാരിൽ നിന്നും മറ്റു ജാതികളിൽ നിന്നും അവർക്കൊക്കെ ഉപദ്രവം വന്നു. അത് എന്തുകൊണ്ടാ? അത് ജഡവും ആത്മാവും തമ്മിലുള്ള ഒരു ശത്രുത്വമാണ്. അന്നുള്ളതുപോലെ ഇന്നും ഉണ്ട്. കൃപയും ന്യായപ്രമാണവും തമ്മിലുള്ള ശത്രുത്വം എന്ന് പറയുന്നത്. ആ പ്രമാണം നമ്മൾ ആത്മീയ കണ്ണുകളിലൂടെ നോക്കുകയാണെങ്കിൽ ഇന്നും അത് നിലനിൽക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. 5:11, മത്തായി 5:11. മത്തായി 5:11. ഓക്കെ. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പം അന്നത്തെ പോലെ തന്നെ ഇന്നും നിലനിൽക്കുന്ന കർത്താവ് താൻ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുക. അന്ന് വാഗ്ദത്തപ്രകാരം ജനിച്ചവരെ ജഡപ്രകാരം ഉപദ്രവിച്ചതുപോലെ ഇന്നും വാഗ്ദത്തപ്രകാരം ജനിച്ചവരെ ജഡപ്രകാരമുള്ളവർ ഉപദ്രവിക്കുന്നു. ഓക്കെ, നമുക്ക് മത്തായി സുവിശേഷം, എനിക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാനൊക്കത്തില്ല, അതുകൊണ്ട് കുറച്ച് വാക്യങ്ങൾ മാത്രം വായിച്ച് നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, മത്തായി സുവിശേഷം 10:21, 22 വാക്യങ്ങൾ. കൃപയും ന്യായപ്രമാണവും തമ്മിലുള്ള ശത്രുത്വം നമുക്ക് കാണുവാനായിട്ട് കഴിയും. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. അമ്മയപ്പന്മാർക്ക് എതിരായ മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പായിക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവരോ രക്ഷിക്കപ്പെടും. ഒരു വീട്ടിൽ നിന്ന് ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ മറ്റേ സഹോദരനും മാതാപിതാക്കളും അവരെ എതിർക്കും അല്ലെ. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. അമ്മയപ്പന്മാർക്കെതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. അമ്മയപ്പന്മാരാ വന്നെങ്കിൽ ദൈവത്തിങ്കിലേക്ക് വന്നെങ്കിൽ മക്കൾ അവരെ കൊല്ലിക്കും. എന്റെ നിമിത്തം എല്ലാവരും നിങ്ങളെ പായിക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവരോ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് സുവിശേഷത്താൽ ഉപദ്രവം അനുഭവിക്കുന്നവരാരും വിഷമിക്കേണ്ട കാര്യമില്ല. കർത്താവ് വന്നേ പറഞ്ഞതാ. പക്ഷെ എപ്പോഴും ദൈവസന്നിധിയിൽ ജീവിക്കാൻ, എന്താ പറയുന്ന, പത്യത്തിൽ ജീവിപ്പാൻ, വിശ്വസ്തയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ആ ഉപദ്രവിക്കുന്ന അവരല്ല അതിന് കാരണം. ജഡപ്രകാരമുള്ളവൻ ഇപ്പോഴും ഒരാൾ അതിന്റെ പിന്മുറയിലുണ്ട്, സാത്താൻ അല്ലെ. സാത്താൻ എന്താ പറയുന്ന ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക അല്ലെ. യോബിനെ കുറ്റം ചുമത്തിയതുപോലെ നമ്മെയും നമ്മ സാത്താന്റെ തന്ത്രങ്ങളെന്ന് അറിയാത്തവരല്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷം 15 അധ്യായത്തിൽ പറഞ്ഞെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തു നിന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ പായിക്കുന്നു. നിങ്ങൾ ലോകത്തിൽ ഒരുത്തരെ പോലെ തന്നെ പണ്ടുള്ളതുപോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് യാതൊരു ഉപദ്രവമില്ല, നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പണ്ടത്തോട് സന്തോഷമായിട്ട് ജീവിക്കാത്ത. ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ വലിയൊരു ആത്മീയ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഒരു ഉപദ്രവം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ ജീവിതാവസാനം വരെ നമുക്ക് ആ ഉപദ്രവം കൊണ്ടേയിരിക്കും. പക്ഷെ അത് ഉപദ്രവം സഹിക്കാൻ കഴിയാത്തവരെന്തോ ചെയ്യുന്നുണ്ട്? ഞാൻ ക്രിസ്ത്യാനി അല്ല എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് നടക്കുന്നുണ്ടല്ലേ. ദൈവം അങ്ങനെയുള്ളവരെ നിർജീവരെന്ന് തന്നെയാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 14:22 വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 14:22. വിശ്വാസം നിലനിൽക്കണമെന്ന് നാം
വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു എന്ന് നമുക്കറിയാം. ആദ്യകാല ക്രിസ്ത്യാനികൾ അനേകം കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പൗലോസ് പോയ സ്ഥലത്തെല്ലാം അവരോട് പറയുക, അവർക്ക് എഴുതപ്പെട്ട വചനമില്ല. നമുക്കിപ്പോ എഴുതപ്പെട്ട വചനം കിട്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഉപദ്രവം സഹിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര വിഷമമല്ലേ. അയ്യോ, അവരെന്നെ അത് പറഞ്ഞു, അവരെന്നെ ഇത് പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു, നമ്മൾ പിന്നെ മിണ്ടത്തില്ല ആരുടെ മുമ്പിൽ. പക്ഷെ പൗലോസ് പറയണം, അവർക്ക് എഴുതപ്പെട്ട വചനം ഇല്ലാതിലും പൗലോസ് പറയാ, അവരോട് പറയാ, അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ചു, ശിഷ്യന്മാരുടെ മനസ്സിനെ ഉറപ്പിച്ചു എന്ന് പറയുന്നു. മുമ്പേ പറഞ്ഞ ഒരു വാക്യം വായിക്കാം. 2 തീമോഥെയോസ് 3:12. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. അപ്പൊ ഉപദ്രവം ഉണ്ടാകുന്ന ആർക്കാണ്? ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. പഴയ നിയമ ക്രിസ്ത്യാനികളുടെ ഉപദ്രവം ഒക്കെ നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ നമുക്ക് ഒരു ഉപദ്രവമില്ല. പഴയ നിയമം എന്ന് പറഞ്ഞാൽ ആദ്യം ക്രിസ്തുവിലേക്ക് വന്നവരുടെ ആ കഷ്ടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു ഉപദ്രവവുമില്ല. ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഇവിടെ നോക്കാം. എബ്രായ ലേഖനം 11:32 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. 4 മിനിറ്റ് എടുക്കുമായിരിക്കും, 3 മിനിറ്റ്. ഓക്കെ, നമുക്കത് വായിച്ചു പോവാം. എബ്രായ ലേഖനം 11:32. സമയമുള്ളത് കൊണ്ടാണ് വായിക്കുന്നത്. നമുക്ക് വേറെ മറ്റേ വാക്യത്തിലേക്ക് പോകാനൊക്കത്തില്ലല്ലോ. ഓക്കെ, ഇനി എന്തു പറയണ്ടു? ഗിദയോൻ, ബാരാക്ക്, ഷിംശോൻ, ഇഫ്താഗ്, ദാവീദ് എന്നിവരെയും ശൗമേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിക്കാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ് അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീന ശക്തി എന്ന് വെച്ചാൽ അവർ സിംഹങ്ങളുടെ മുന്നിൽ ഇട്ടുകൊടുത്തു, തീയുടെ മുമ്പിൽ ഇട്ടുകൊടുത്തു, വാളിനാൽ അറക്കപ്പെട്ടു. എന്നിട്ടെല്ലാം ഇവര് എന്തോ ചെയ്തു? ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീന ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. വെറുതെ എഴുതി വെച്ചേക്കുന്നല്ല, അവരെല്ലാം ഓടിച്ചവരെയാ. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞാല് ക്രിസ്തു നിമിത്തം മരിച്ചവർക്ക്, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തി കിട്ടി. മറ്റു ചില ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്ന ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദമേറ്റു. ക്രിസ്തു വേണ്ടി മരിക്കാനും അവർ തയ്യാറായി. എന്താ പറയുന്നത്, നോ ടേണിംഗ് ബാക്ക്. ആ ക്രിസ്തുവിലേക്ക് വന്ന് ഇനി ഒരു പിന്നോട്ട് ഞാൻ ഇനി ഒരു സാധ്യതയില്ല, ഞാൻ അങ്ങ് മുമ്പോട്ട് തന്നെ, എനിക്ക് മരണമാ മുമ്പേ വെച്ചേക്കുന്നത് എനിക്കറിയാം. നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചപാടാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു. ഇതെല്ലാം ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് കിട്ടിയതാ. വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു ലോകം അവർക്ക് യോഗ്യമായി. ക്രിസ്ത്യാനികൾക്ക് ആവശ്യം ലോകം യോഗ്യമായിരിക്കുന്ന, ലോകത്തിന്റെ ആവശ്യങ്ങളിലൂടെ ലോകത്തിൽ കൂടെ നന്മ അനുഭവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർ സ്വർഗീയ യെരൂശലേമിന് വേണ്ടി കാത്തുന്നു. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാത്തിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ ദൈവം എന്ന് വിളിക്കാൻ, അവരുടെ ദൈവം എന്ന് വിളിക്കാൻ ലജ്ജിച്ചു പോകുന്നതുമില്ല എന്ന് ദൈവവചനം അവിടെ പറയുന്നുണ്ട്. അവരാരും വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ മരിച്ചുപോയവരാണ്. അവർക്കെല്ലാം വാഗ്ദത്തം ലഭിച്ചവരാണ്. പക്ഷെ അവരൊക്കെ ആ സ്വർഗീയമായതിനെ തന്നെ കാത്തിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? വലിയൊന്ന് ദൈവം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ. അതുകൊണ്ട് അവിടെ പറഞ്ഞ ഇപ്പോഴും ആ ഇസ്ഹാക്കിനെ ഇസ്മായേൽ ഉപദ്രവിച്ചതുപോലെ അല്ലെങ്കിൽ പരിവസിച്ചതുപോലെ ഇപ്പോഴും ക്രിസ്തീയ ഗോളത്തിലും കാണുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 30-ാമത്തെ വാക്യം നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. നമുക്കൊന്ന് വായിച്ചു വിടാം. തിരുവഴുത്തോ എന്ന് പറയുന്നത്, ദാസിയെയും മകനെയും പുറത്താക്കി കളക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകില്ല. അപ്പൊ സ്വതന്ത്രയുടെ മകനാണ് അവകാശി, സ്വർഗരാജ്യത്തിന് അവകാശികളായിത്തീരുന്നത്. അപ്പം ദാസിയെ നാം പുറത്തു കളഞ്ഞ, ന്യായപ്രമാണത്തിന്റെ ആദ്യപാഠങ്ങളെല്ലാം പുറത്തു കളഞ്ഞ് ആ ക്രിസ്തുവിലേക്ക് വരണം. കൃപയും ന്യായപ്രമാണവും തമ്മിൽ കൂട്ടിച്ചേർക്കരുത്. അത് നമ്മെ പുറത്ത് തള്ളിക്കളയുവാൻ ഉതകുന്നതും മാത്രമേ ഉള്ളൂ. അതാണ് പൗലോസോടെ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം. വലിയൊരു അലഗോറിക്കലായിട്ട് അബ്രഹാമിന്റെ ചരിത്രത്തെ, പുതിയ നിയമത്തിന്റെ ക്രിസ്തുവിലൂടെയുള്ള വീണ്ടും ജനത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. അത് സ്വർഗീയമായ ജനനമാണ്, അത് അത്ഭുതകരമായ ജനനമാണ്, അത് മനുഷ്യരാൽ സാധിക്കുന്നതല്ല, ഉയരത്തിൽ നിന്നുള്ള ജനനമാണ്. അതുകൊണ്ട് നാം എപ്പോഴും ദൈവത്തോട് എപ്പോഴും കടക്കപ്പെട്ടവരാ. നമ്മളെ വീണ്ടെടുത്ത ദൈവസ്നേഹം, ആ ഒരു അടിമത്വത്തിൽ നിന്ന്, സാത്താന്റെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് നമ്മെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ
രാജ്യത്തിലാക്കി തീർത്ത ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.